നമസ്കാരം, ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് പാർവതി പരിണയമായിരുന്നു. അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ശരവണ പൊയ്കയിലെ അത്ഭുത ശിശു. ശിവപാർവതി പരിണയം കഴിഞ്ഞിട്ട് കാലം കുറേയായി. ശ്രീമുരുകന്റെ അവതാരം വൈകുകയാണ്. മഹാവിഷ്ണുവും ബ്രഹ്മാവും ദേവേന്ദ്രനുമെല്ലാം ക്ഷമ കെട്ടു പരിഭ്രാന്തരായി തീർന്നു. പരമശിവൻ കനിയാത്തതെന്തേ? ദേവന്മാർക്ക് അതറിയണം. ശ്രീമുരുകന് മാത്രമേ ദേവന്മാരെ രക്ഷിക്കാൻ കഴിയൂ. അതിനു താമസം നേരിട്ടാൽ അസുരന്മാരുടെ ഉപദ്രവം സഹിക്കുകയേ നിവൃത്തിയുള്ളൂ. ദേവന്മാർ കൂടി ആലോചിച്ച് പരിഹാരം തേടി കൈലാസത്തിലെത്തിച്ചേർന്നു. മഹാദേവൻ ധ്യാനത്തിലാണ്. ഓടിച്ചെന്ന് സങ്കടമുണർത്തിച്ചാൽ കോപിഷ്ഠനായെങ്കിലോ? പറയാതെ മടങ്ങുന്നതും ശരിയല്ല. എല്ലാവരും പർവ്വതനിരയിൽ താമസിച്ചു. നന്ദികേശ്വരനോട് മഹാദേവ ദർശനത്തിനു വേണ്ടി കാത്തു നിൽക്കുന്ന വിവരം അറിയിക്കാൻ ദേവന്മാർ അപേക്ഷിച്ചു. ശൂരപത്മാസുരന്റെ ഉപദ്രവം കൈലാസത്തിലില്ല. അതുകൊണ്ടാകുമോ പരമശിവൻ പ്രശ്നം ഗൗരവമായിട്ടെടുക്കാത്തത്? ദേവന്മാർക്ക് സംശയമായി. അവർ മഹാദേവനെ സ്തുതിച്ചുകൊണ്ട് ദിവസങ്ങളോളം പർവ്വതനിരയിൽ തമ്പടിച്ചു. മഹാദേവൻ അങ്ങനെ കണ്ണു തുറന്നു. ദേവന്മാർക്ക് ദർശനം നൽകി. അസുരന്റെ ദ്രോഹം സഹിക്കാൻ വയ്യാതെ ആയിട്ടുണ്ട്. അവർ ഭഗവാനോട് സങ്കടമുണർത്തിച്ചു. ദേവന്മാരുടെ പ്രാർത്ഥന പരമശിവൻ കൈക്കൊണ്ടു. മുരുകാവതാര മുഹൂർത്തം സമാഗതമായിരിക്കുന്നു. മഹാദേവ ചൈതന്യം സർവത്ര പരന്നു. പഞ്ചമുഖനായി കാണപ്പെട്ട ശിവൻ കണ്ണഞ്ചിക്കുന്ന പ്രഭാവലയത്തിനുള്ളിൽ ശോഭിച്ചു. ജ്ഞാനദൃഷ്ടിയാൽ വിളങ്ങുന്ന മറ്റൊരു ദിവ്യമുഖം കൂടി അപ്പോൾ അവിടെ കാണപ്പെട്ടു. മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്ന് പ്രവഹിക്കുന്ന അഗ്നിജ്വാലകൾ കണ്ട് സർവരും ഭയന്നു വിറച്ചു. ആശ്വാസത്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അഗ്നിസ്ഫുലിംഗങ്ങൾക്ക് എങ്ങനെ ആശ്വാസം പകരാനാകും? ദേവന്മാരോടൊപ്പം പാർവതി ദേവിയും അന്താളിച്ചു നിൽക്കുകയാണ്. പരമശിവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ദേവി ശക്തയല്ല. മെല്ലെ എല്ലാം ശാന്തമായി. പരമശിവന്റെ മുഖം തെളിഞ്ഞു. അഗ്നിജ്വാലകൾക്ക് തീക്ഷണ കുറഞ്ഞു. തേജോമുഖങ്ങൾ ആറും ഒന്നിച്ചു ചേർന്നു. ഏകമുഖനായി കൈലാസനാഥൻ സർവർക്കും ദർശനമരുളി. രൗദ്രഭാവം പുഞ്ചിരിയായി മാറി. മഹാദേവനിൽ നിന്നും പ്രവഹിച്ച അഗ്നിസ്ഫുലിംഗങ്ങൾ 6 ദിവ്യരൂപങ്ങൾ പൂണ്ടുവിളങ്ങി. ഭഗവാൻ ആ ഷഡ്ജീവ ജ്യോതിസുകൾ അഗ്നിദേവനും വായുദേവനും നൽകി. അവയെ ഗംഗയിൽ നിക്ഷേപിക്കാൻ നിർദ്ദേശിച്ചു. അഗ്നിദേവനും വായുദേവനും സംഹാരമൂർത്തിയുടെ ആജ്ഞ ശിരസാ വഹിച്ച് അഗ്നിജ്യോതിസുകളെ ഗംഗാനദിയിൽ എത്തിച്ചു. അപ്പോഴും അഗ്നി കെട്ടടങ്ങിയിരുന്നില്ല. ഗംഗാജലം തിളച്ചു. വെള്ളം ചുട്ടുപൊള്ളി. ഗംഗാദേവി ഓളങ്ങളാൽ ആ പരബ്രഹ്മ ജ്യോതിസുകളെ താലൊലിച്ച് ശരവണ പൊയ്കയിൽ എത്തിച്ചു. ദിവ്യപ്രകാശത്താൽ പൊയ്കയാകെ വിളങ്ങി. ശ്രീമുരുകൻ അവതരിച്ചു. വാർത്ത ഈരേഴ് ലോകങ്ങളിലും പരന്നു. ദേവകൾ ആനന്ദ നടനമാടി. പൂമഴ ചൊരിഞ്ഞു. ദേവവാദ്യങ്ങൾ മുഴങ്ങി. അപ്സരസുകൾ നൃത്തം ചെയ്തു. മഹർഷിമാർ ഭഗവാനെ സ്തുതിച്ചു. അസുരലോകം നടുങ്ങി. സർവത്ര ദുർനിമിത്തങ്ങൾ. കൊടിക്കൂറകൾ പൊട്ടിവീണു. കൊട്ടാരങ്ങൾ നിലംപതിച്ചു. ശൂരപത്മാസുരന്റെ സിംഹാസനം ഒന്ന് കുലുങ്ങി. ശരവണ പൊയ്കയിലെ ചെന്താമരപ്പൂവ്. ആരാണതിൽ മരുവുന്നത്? അറിവിന്റെ മുത്ത്, ജ്ഞാനസ്വരൂപൻ, 6 മുഖങ്ങളുള്ള ശ്രീമുരുകൻ. കൈലാസനാഥൻ ശരവണ പൊയ്കയിലേക്ക് ഇറങ്ങി വന്നതും താമരപ്പൂവിൽ കുടികൊണ്ടതും ശൂരപത്മാസുരനെ നിഗ്രഹിക്കാനാണ്. ദേവന്മാർക്ക് ആ രഹസ്യം അറിയാം. ബ്രഹ്മദേവനും മഹാവിഷ്ണുവും ദേവേന്ദ്രനുമെല്ലാം ശരവണനെ ദർശിക്കാൻ ഓടിയെത്തി. കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കാലം കുറേയായിരിക്കുന്നു. ശിശു വേഗം വളരേണ്ടതുണ്ട്. വളർച്ചയിൽ വേഗത കൂടണമെങ്കിൽ കുഞ്ഞിന് പാലൂട്ടണ്ടേ? ആര് പാല് കൊടുക്കും? മഹാദേവന് പിറന്നതാണെന്ന് ആരും അറിയുകയുമരുത്. ദേവന്മാർ കൂടി ആലോചിച്ച് അതിനു വഴി കണ്ടെത്തി. കൃത്തികമാരെ വിളിച്ചു വരുത്തി. അവർ 6 അമ്മമാർ ഉണ്ടായിരുന്നു. മുരുകദേവന് 6 തലകൾ ഉള്ളതിനാൽ 6 അമ്മമാരാകണം പാലൂട്ടുന്നത്. കൃത്തികമാർ 6 പേരും ശരവണ പൊയ്കയുടെ ചുറ്റും നിന്നു. അവർ ചെന്താമര പൂവിനുള്ളിൽ മന്ദസ്മിതം തൂങ്ങുന്ന ശിശുവിനെ കൺകുളിർക്കെ കണ്ടു. അതാ പാർവതി ദേവി ഓടി വരുന്നു. ശിവശക്തി കുമാരനാണെങ്കിലും പാലൂട്ടി വളർത്താനുള്ള ഭാഗ്യം പാർവതിക്കുണ്ടായില്ല. അതിന് വളർത്തമ്മമാരെ തേടേണ്ടി വന്നിരിക്കുന്നു. പാർവതിയിലെ മാതൃഭാവം ഉണർന്നു. താൻ തന്നെയാണ് കുഞ്ഞിന് ആദ്യം മുലയൂട്ടേണ്ടത്. പാർവതിയുടെ മനസ്സ് മന്ത്രിച്ചു.
ദേവി കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി പാലൂട്ടി. ജ്ഞാനാമൃതം കുടിച്ച് കുഞ്ഞ് അമ്മയെ നോക്കി മോണ കാട്ടി ചിരിച്ചു. ദേവി കുഞ്ഞിനെ വാരി പുണർന്ന് പാലൂട്ടി വളർത്താൻ കൃത്തികമാർക്ക് നൽകി. കൃത്തികമാർ 6 പേർ. അവർ തമ്മിൽ തർക്കമായി. കോമളകുമാരനെ ആരാദ്യം എടുക്കും, ആരാദ്യം പാല് കൊടുക്കും? മത്സരം മൂത്തപ്പോൾ മുരുകദേവൻ തന്നെ മായാരൂപം കൊണ്ട് അതിന് പ്രതിവിധി കണ്ടെത്തി. 6 പേരുടെ മടിയിലും 6 ശിശുക്കൾ. എല്ലാവർക്കും ഒരേ സമയത്ത് പാലൂട്ടാം, ഉറക്കാം, കളിപ്പിക്കാം. മുരുകന്റെ മായാവിലാസങ്ങൾ കണ്ട് കൈലാസനാഥനും പാർവതിയും സന്തോഷത്തിലാണ്ടു. കൃത്തികമാർ ഭഗവാനെ പാലൂട്ടി മാറിപ്പുണർന്നു, മുത്തങ്ങൾ നൽകി ആനന്ദിച്ചു. കൃത്തികമാരുടെ താരാട്ട് പാട്ട് കേട്ട് മുരുകദേവൻ അങ്ങനെ ഉറങ്ങി. കുഞ്ഞു വളർന്നു കഴിഞ്ഞപ്പോൾ കൃത്തികമാർ ആകാശത്തിലേക്ക് ഉയർന്നു അപ്രത്യക്ഷരായി. കൈലാസത്തിൽ മടങ്ങിയെത്തി പരമശിവൻ ശാന്തനായി മരുവുമ്പോൾ പാർവതീദേവി അടുത്തു ചെന്നു. അഗ്നി പടർന്നപ്പോൾ തൻ്റെ കാൽ ചിലമ്പുകളിലെ രത്നങ്ങൾ എവിടെ പോയെന്നറിയില്ല. ചിലമ്പ് ഉടഞ്ഞതു മാത്രമേ പാർവതിക്ക് ഓർമ്മയുള്ളൂ. ആ ദിവ്യ നവരത്നങ്ങളിൽ ദേവിയുടെ അംശങ്ങളുണ്ട്. ദേവിയുടെ രൂപസാദൃശ്യത്തിൽ നവരത്നങ്ങൾ നവശക്തികളായി അവതരിച്ചു. പരമശിവൻ ആ ശക്തി ദേവതകളെ അനുഗ്രഹിച്ചു. അവർക്കുണ്ടായ പുത്രന്മാർ ആയുധധാരികളായി ശിവപാർവതിമാരെ വന്ദിച്ചു. മഹാദേവൻ അവരോട് മുരുകദേവന്റെ ആജ്ഞാനുവർത്തികളാവാൻ കൽപ്പിച്ചു. വീരബാഹു, വീരകേസരി, വീരധീരൻ, വീരാന്തകൻ, വീരാർക്കൻ, വീരമാർത്താണ്ഡൻ, വീരപുരന്തൻ, വീരമഹേശ്വരൻ, വീരമഹേന്ദ്രൻ എന്നിവരായിരുന്നു ആ 9 പരാക്രമികൾ. മുരുകനോടൊപ്പം അസുരന്മാരോട് പോരാടുമ്പോൾ ജീവഹാനി ഉണ്ടാകാതിരിക്കാൻ ഈ 9 പേർക്കും ദേവി പാർവതി ശക്തി കവചങ്ങൾ നൽകി അനുഗ്രഹിച്ചു. മുരുകനും സഹായികളും ശക്തന്മാരായെന്ന് ബോധ്യമായപ്പോൾ പരമശിവന് ഒരു മോഹം, മുരുകനെ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. മഹേശ്വരന്റെ ആഗ്രഹം അറിഞ്ഞപ്പോൾ പാർവതിക്കും സന്തോഷമായി. ശിവനും പാർവതിയും ശരവണ പൊയ്കയിലേക്ക് തിരിച്ചു. ശരവണ പൊയ്ക 1000 സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ച ശോഭയിൽ ഉജ്ജ്വലിച്ചു. കുഞ്ഞോളങ്ങൾക്കൊപ്പം കാലിളക്കി മന്ദഹസിച്ച് മുരുകൻ. മാതാപിതാക്കൾ ഓമനപുത്രനെ കൺകുളിർക്കെ കണ്ടു. പാർവതി പൊയ്കയിലേക്ക് ഇറങ്ങി താമരപ്പൂവിൽ നിന്ന് കുഞ്ഞിനെ എടുത്തു മാറോടണച്ചു. 6 ശിരസുകളുള്ള കുഞ്ഞ് സ്കന്ദൻ എന്ന പേരിൽ അറിയപ്പെട്ടു. മുൻപ് പാർവതീദേവി നൽകിയ ജ്ഞാനപ്പാൽ പുത്രനെ അപാരജ്ഞാനിയാക്കി തീർത്തിരുന്നു. ശിവനും ശക്തിയും നടുവിൽ മുരുകനും. സർവരും കൈകൂപ്പി നിന്നു. അച്ഛനമ്മമാർ പുത്രനെ ഓമനിക്കുന്നത് കണ്ട് ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു. അപ്സരസുകൾ നൃത്തം ചെയ്തു. മാമുനിമാർ വാഴ്ത്തി സ്തുതിച്ചു. എല്ലാവരും കൈലാസത്തിലേക്ക് യാത്ര തിരിക്കാൻ തുടങ്ങി. അതാ 6 മുനികുമാരന്മാർ കൂടി വരുന്നു. ശരവണ പൊയ്കയിൽ നിന്ന് കയറി വന്ന ശിവനെയും പാർവതിയെയും മുരുകനെയും അവർ വന്ദിച്ചു. അവർ പരാശര മുനിയുടെ മക്കളാണ്. മുനികുമാരന്മാർ കുട്ടിക്കാലത്ത് ഗംഗയിൽ നീരാടി കളിക്കുമ്പോൾ മത്സ്യക്കുഞ്ഞുങ്ങളെ കൊന്നുവത്രേ. വിവരമറിഞ്ഞപ്പോൾ മുനി കുപിതനായി മക്കളെ ശപിച്ചു. അവർ മത്സ്യങ്ങളായി തീർന്നു. ശരവണ പൊയ്കയിൽ ശാപമോക്ഷം കാത്ത് മുരുകാവതാരം കാലം വരെ കഴിച്ചുകൂട്ടുകയായിരുന്നു അവർ. എല്ലാവരും സസന്തോഷം കൈലാസത്തിൽ എത്തിച്ചേർന്നു. മഹാദേവൻ വീണ്ടും ധ്യാനനിഷ്ഠയിൽ അമർന്നു. കൈലാസത്തിലെ ഏകാന്തതയ്ക്കും നിശബ്ദതയ്ക്കും കുഞ്ഞിന്റെ വരവോടെ ഭംഗം സംഭവിച്ചു. ബാലലീലകൾ കാട്ടി മുരുകൻ സർവരെയും ആഹ്ലാദത്തിലാഴ്ത്തി. ദിവസങ്ങൾ കടന്നുപോയത് കൈലാസവാസികൾ അറിഞ്ഞതേയില്ല. ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗത്തിൽ ബാലമുരുകന്റെ ലീലകളാണ്.